ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് എഫേസോസ് 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ആമുഖവും 1-ാം അധ്യായവും ഉൾപ്പെടുത്തി ഇന്ന് ജൂൺ 16-ാം തീയതി മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുകയാണ്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചോദ്യം 1. എഫേസോസ് 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 23. 2. എഫേസോസ് 1-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് അഭിവാദനങ്ങൾ. 3. എഫേസോസ് 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലൻ. താൻ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായിരിക്കുന്നത് എങ്ങനെയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ദൈവ തിരുമനസാൽ. 5. ആരിൽ വിശ്വസിക്കുന്നവരായ എഫേസോസിൽ ഉള്ളവർക്ക് എഴുതുന്നത് എന്നാണ് പൗലോസ്ലീഹ ലേഖനത്തെക്കുറിച്ച് പറയുന്നത്? യേശുക്രിസ്തുവിൽ. 6. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എവിടെയുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എഫേസോസിലുള്ള. 7. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ്ലീഹ ആശംസിക്കുന്നത് എന്തെല്ലാം? കൃപയും സമാധാനവും. 8. ആരിൽ നിന്നുള്ള കൃപയും സമാധാനവും ആണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. 9. ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൽ. 10. ആര് സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് എഫേസോസ് 1:3 പറഞ്ഞിരിക്കുന്നത്? ദൈവം. 11. എഫേസോസ് 1:3 പിതാവായ ദൈവത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും. 12. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൽ. 13. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്ന്, അല്ലെങ്കിൽ എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. 14. ആരു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു? യേശുക്രിസ്തു വഴി. 15. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ ആരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു? പുത്രരായി. 16. തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചതെന്ത്? യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. 17. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്തിനു വേണ്ടി? തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. 18. തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത്? തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും. 19. ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തെല്ലാം? ക്രിസ്തുവിൽ പാപമോചനവും തന്റെ രക്തം വഴി രക്ഷയും. 20. നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എങ്ങനെ? ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. 21. ദൈവത്തിന്റെ കൃപ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എങ്ങനെ? തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും. 22. ദൈവം തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ കൃപ. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് എന്തിന്റെ രഹസ്യമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? തന്റെ പദ്ധതിയുടെ രഹസ്യം. 24. തന്റെ പദ്ധതിയുടെ രഹസ്യം ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തനുസരിച്ചാണ്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച്.
25 ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തിനു വേണ്ടി? കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി. 26 കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം ചെയ്തതെന്ത്? തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. 27 എല്ലാറ്റിനെയും ആരിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ക്രിസ്തുവിൽ. 28 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് എപ്പോൾ? കാലത്തിന്റെ പൂർണ്ണതയിൽ. 29 എന്തനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നവനാണ് ദൈവം? തന്റെ ഹിതമനുസരിച്ച്. 30 ആരിലാണ് ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിൽ. 31 ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്തത് എന്തനുസരിച്ചാണ്? തന്റെ പദ്ധതി അനുസരിച്ച്. 32 തന്റെ പദ്ധതി അനുസരിച്ച് ദൈവം ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് എന്തു ചെയ്തു? നിയോഗിച്ചു. 33 എഫേസോസ് 1:12 അനുസരിച്ച് ആരിലാണ് നാം ആദ്യമായി പ്രത്യാശ അർപ്പിച്ചത്? ക്രിസ്തുവിൽ. 34 നാം ആദ്യമായി ക്രിസ്തുവിൽ അർപ്പിച്ചതെന്ത്? പ്രത്യാശ. 35 ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ എന്തിനെല്ലാം വേണ്ടി ജീവിക്കുന്നതിനാണ് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്? മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. 36 രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും എന്തിലാണ് മുദ്രിതരായിരിക്കുന്നത്? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 37 എന്താണ് രക്ഷയുടെ സദ്വാർത്ത? സത്യത്തിന്റെ വചനം. 38 രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ. 39 അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരം എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പരിശുദ്ധാത്മാവ്. 40 എന്തിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള. 41 എഫേസോസ് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തലക്കെട്ട് ക്രിസ്തു മഹോന്നതൻ. 42 എന്തു കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസവും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവും. 43 കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസവും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവും അറിഞ്ഞത് മുതൽ താൻ എന്തു ചെയ്യുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുന്നതും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതും. 44 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. 45 നിങ്ങളെ എങ്ങനെ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്. 46 ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ആര് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. 47 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നിങ്ങൾക്ക് എന്തു പ്രദാനം ചെയ്തു? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. 48 ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് പിതാവായ ദൈവം നിങ്ങളെ എവിടേക്കു നയിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. 49 അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ എന്തിനു വേണ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും
വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും. 50 വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്തു മനസ്സിലാക്കാനാണ്? നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നത്. മഹത്വത്തിന്റെ സമൃദ്ധി. 51 ആർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധർക്ക്. 52 വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് എന്തു ചെയ്യട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. പ്രകാശിപ്പിക്കട്ടെ. 53 നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്നത് വഴി എന്തു വ്യക്തമാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രം എന്ന്. 54 അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി ആരിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളായ നമ്മിലേക്ക്. 55 അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് എന്താണ് പ്രവഹിക്കുന്നത്? അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. 56 അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ എന്തിന്റെ മഹനീയത എത്രമാത്രം എന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ശക്തിയുടെ. 57 ആരെയാണ് ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത്? ക്രിസ്തുവിനെ. 58 ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും എവിടെ ഇരുത്തുകയും ചെയ്തു? സ്വർഗത്തിൽ അവിടുത്തെ വലത്തുഭാഗത്ത്. 59 ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും എവിടെ ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത്. 60 അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. ആരെ? ക്രിസ്തുവിനെ. 61 എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് എവിടെ? ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. 62 ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എന്തിനെല്ലാം ഉപരിയാണ് ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത്? എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി. 63 ദൈവം എന്തിനെയാണ് ക്രിസ്തുവിന്റെ പാദങ്ങൾക്കു കീഴിലാക്കിയത്? എല്ലാ വസ്തുക്കളെയും. 64 ദൈവം എല്ലാ വസ്തുക്കളുടെയും ആരുടെ പാദങ്ങൾക്കു കീഴിലാക്കി? ക്രിസ്തുവിന്റെ. 65 ദൈവം എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ എന്തായി നിയമിക്കുകയും ചെയ്തു? സഭയ്ക്ക് തലവനായി. 66 ക്രിസ്തുവിന്റെ ശരീരമെന്ത്? സഭ. 67 സഭ എന്താകുന്നു? ക്രിസ്തുവിന്റെ ശരീരം. 68 എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണത എന്ത്? സഭ. ഇങ്ങനെ 68 ചോദ്യങ്ങളാണ് എഫേസോസ് അധ്യായം 1 നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും നമ്മുടെ പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.